Good evening to all. Despite the trials of the time and the hopelessness of the situation, we, the parishioners of the St. Mary's unit of Madgaon, have come together, braving all odds, to celebrate our parish day and the Assumption of the Blessed Virgin Mary. I, Mariam George, your host for this evening, extend to each and every one a hearty welcome to this parish day event and a delightful eve. To start off our program on a prayerful note and seeking the intercession of Mother Mary, I invite the Madhurdeepti members for a welcome dance. Thank you, mothers, for that graceful start. Light, symbolizing truth, knowledge, and positivity, is illuminated to lead those who are present from darkness to light. It acts as a guide, keeping us from stumbling in the dark that represents evil and takes us to luminescence that is good. We now have the ceremony of the lighting of the lamp officiated by our beloved parish priest, Father Gino Injamplatal, and the heads of the respective church organizations. Give me oil in my lamp, keep me burning. Give me oil in my lamp, I pray. Give me oil in my lamp, keep me burning, burning, burning. Keep me burning till the break of day. Sing, Hosanna, sing, Hosanna, sing, Hosanna
to everyone. To extend a formal invitation to our parish day, I request Mr. Shiju Kurian, our trustee, to deliver the welcome speech. Shiju uncle, please unmute your mic. Good evening, all. Abhiyunde Shamshadabad Rubadadyashan Far Mar Rafael Tatilpidav, St. Mary's Church, South Goa, Idavagari, Father Gino Injeplakel, Ella Nalla Idavaga Janangale. COVID Mahamari Namale Vala, the Valachundrik in the Saga Jeritil. Namal Vintum Urimikian. Karini Vashata Beach, Namada Paradicul Nenu and നമ്മൾ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ഒപ്പം നമ്മുടെ ഇടവക ദിനവും നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് വിശിഷ്ടാതിഥിയായി കിട്ടിയിരിക്കുന്നത് അഭിയന്ത പിതാവ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. 23 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ രൂപതയെ വളരെ വിജയകരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നെല്ലിടയൻ. പിതാവെ, അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടുകൂടെ ആയിരിക്കാൻ അങ്ങ് നീക്കിവെച്ചതിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം വികാരിയച്ഛന്റെയും ജനങ്ങളുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതവും ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ വികാരി അച്ഛനാണ് ഫാദർ ജിനോ. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെ 3 ഇടവകളെ വളരെ കാര്യക്ഷമതയോടും ചുറുചുറുക്കും കൂടെ ഒരു കുറവും വരുത്താതെ നമ്മെ നയിക്കുന്ന അച്ഛനെ ഇടവക ജനങ്ങളുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ ട്രസ്റ്റി മിസ്റ്റർ സെബി കുരിശുമൂട്ടിൽ അവറുകളാണ്. ഈ പരീക്ഷണ ഘട്ടങ്ങളിലും നല്ല പ്രവർത്തനങ്ങളിലൂടെ തന്റെ കടമ നന്നായി നിർവഹിക്കുന്ന സെബി കുരിശുമൂട്ടിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കാറ്റഗിസം HM സന്തോഷ് മൂശാരിപ്പറമ്പിലാണ്. അദ്ദേഹത്തെയും നമ്മുടെ ഇടവക കാറ്റഗിസത്തിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും കാര്യക്ഷമമായി നമ്മുടെ കാറ്റഗിസം മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്തോഷ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മാതൃദീപ്തി പ്രസിഡന്റ് റീന റാഫേലാണ്. ഒരുപാട് പുതുമയാർന്ന ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ യൂത്ത് പ്രസിഡന്റാണ്. നമ്മുടെ പ്രതീക്ഷകളാണ് യൂത്ത്. അതിനൊത്തവിധം യൂത്തിനെ നയിക്കുന്ന മിസ്റ്റർ ആന്റണി ജോർജ് പുഞ്ചക്കുന്നേൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി വാസ്കോ പോണ്ട യൂണിറ്റിൽ നിന്ന് നമ്മുടെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെയും ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായി നമ്മുടെ പാരീഷ് കൗൺസിൽ അംഗങ്ങളെയും പാരീഷേഴ്സിനെയും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ഇടവക ദിനത്തിന്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദൈവമായ ദൈവം മിഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Shiju uncle, and I welcome you to our parish day. Now we move on to the report presentation. I invite Mr. Ajay Sebastian, the church secretary, to present the parish report. Ajay uncle, please unmute your mic. Good evening all. വാർഷികത്ത് 2019-20 ശംഷാബാദ് രൂപത അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവെ, ബഹുമാനപ്പെട്ട ജിജോ അച്ഛ, സ്നേഹമുള്ള ഇടവകാംഗങ്ങളെ, സെന്റ് മേരീസ് ചർച്ച് മഡ്ഗാവ് യൂണിറ്റിന്റെ 2019-20 വാർഷിക റിപ്പോർട്ട്. സീറോ മലബാർ സഭയുടെ സഭാപിതാവായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ 3/7/2019 ജിനോ അച്ഛന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായി കൊണ്ടാടി. അതുപോലെ തന്നെ 28/7/2019 വിശുദ്ധ അൽഫോൻസ് തിരുനാളും ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ ഇടവക മധ്യേ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനവും സൺഡേ സ്കൂൾ വാർഷികവും സ്വാതന്ത്ര്യ ദിനവും സംയുക്തമായി ആഘോഷിച്ചു. കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ്, യൂത്ത് വിംഗ്, മാതൃദീപ്തി, പിതൃവേദിയിലെയും അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ ലഭിച്ചു. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തപ്പെടുകയുണ്ടായി. തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾ പരിസമാപിച്ചു. നമ്മുടെ നാടായ കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നമ്മുടെ പാരിഷിന്റെ ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെക്കുകയും 18/8/2019 സ്പെഷ്യൽ സൺഡേ കളക്ഷൻ ആയി കിട്ടിയ 17,200 രൂപ ഫ്ലഡ് റിലീഫായി രൂപതയിലേക്ക് കൈമാറുകയും ചെയ്തു. 29/9/2019 POCയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ലോകമെങ്ങ് നടത്തപ്പെടുന്ന ലോഗോസ് ക്യൂസ് മത്സരത്തിൽ നമ്മുടെ യൂണിറ്റും പങ്കെടുക്കുകയുണ്ടായി.
നമ്മുടെ യൂണിറ്റ് ഒക്ടോബർ മാസത്തിൽ ജപമാല ദിനം ആയി ആചരിച്ചു. യൂണിറ്റിലെ 10 ഭവനങ്ങളിൽ 10 ദിവസങ്ങളിലായി വൈകിട്ട് 7 മണിക്ക് യൂണിറ്റ് അംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും ജപമാല ചൊല്ലി മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളിന് മുന്നോടിയായി 24/11/2019 ഞായറാഴ്ച ഓൾഡ് ഗോവയിൽ വെച്ച് നടന്ന വിശുദ്ധ ബലിയിൽ മടുകാവ് യൂണിറ്റിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. 2019 തിരുപ്പിറവിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഡിസംബർ 21, 22 തീയതികളിലായി നമ്മുടെ യൂണിറ്റിലെ ഭവനങ്ങളിൽ കരോൾ നടത്തുകയുണ്ടായി. ഡിസംബർ 24 രാത്രി 11:30 തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ ആഘോഷപൂർവ്വമായി നടത്തപ്പെട്ടു. 2020 ജനുവരി 12 വിശുദ്ധ ജോസഫ് ഫാസിന്റെ തിരുനാൾ സാങ്ക്വാളിൽ വെച്ച് സൗത്ത് ഗോവ യൂണിറ്റുകൾ സംയുക്തമായി ആഘോഷിച്ചു. 2020 ഫെബ്രുവരി 2-ാം തീയതി സൗത്ത് ഗോവയുടെ ഇടവക മധ്യസ്ഥതയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ കൊർത്താലിം സെന്റ് ഫിലിപ്സ് ആൻഡ് സെന്റ് ജെയിംസ് ദേവാലയത്തിൽ വെച്ച് താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷൻ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും അന്നേ ദിവസം നടത്തപ്പെടുകയുണ്ടായി. ഇടവകയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 10-12 ക്ലാസുകളിൽ കുട്ടികളെ അനുമോദിക്കുവാനും 25 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുകയുണ്ടായി. തുടർന്ന് ആഘോഷപൂർവ്വമായ പ്രദർശനവും അതേ തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മാർച്ച് 15, 2020 ശേഷം വിശുദ്ധ ബലി ചാപ്പലിൽ വെച്ച് നടത്തുവാൻ സാധിച്ചിട്ടില്ല. വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളും അതുപോലെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വാർഷിക ധ്യാനവും നടത്തുവാൻ സാധിച്ചില്ല. എങ്കിൽ തന്നെയും ജിനോ അച്ഛൻ ഇടവകങ്ങൾക്ക് ഫോണിലൂടെയും വാട്സപ്പ് വഴിയെയും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. നമ്മുടെ യൂണിറ്റിലെ വിവിധ പരിപാടികൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾക്കും ഒപ്പം സഹകരിച്ച എല്ലാ ഇടവക വിശ്വാസികൾക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. Thank you, Ajay Shankar. We appreciate your fervent efforts to better our parish. Now we have the catechism report by our head of the catechism department, Mr. Santosh Joseph. Santosh Uncle, please unmute your mic. അഭിവന്യന്മാർ റാഫേൽ തട്ടിൽ പിതാവ്, ബഹുമാനപ്പെട്ട ജിനോ അച്ഛ, പ്രിയ സഹാധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, ഇടവാംഗങ്ങളെ, സെന്റ് മേരീസ് സൺഡേ സ്കൂൾ മർഗാവ് യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട് 2019-2020. 2019-2020 അധ്യയന വർഷത്തെ വിശ്വാസ പരിക്ലാസുകൾ ജൂൺ 9 ബഹുമാനപ്പെട്ട ജിനോ അച്ഛന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദീപബലിയോടെ ആരംഭിച്ചു. 25 പെൺകുട്ടികളും 17 ആൺകുട്ടികളുമായി ആകെ 42 കുട്ടികൾ മതബോധനം നടത്തുന്നു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ തുടർച്ചയായ ക്ലാസുകൾ നമുക്കുണ്ടായിരുന്നു. 12 റെഗുലർ ടീച്ചേഴ്സും 2 സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സുമായി ആകെ 14 അധ്യാപകർ നമ്മുടെ സൺഡേ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. ജൂൺ 15 ഡിവൈൻ റിട്രീറ്റ് സെന്റർ ന്യൂവേമിൽ വെച്ച് നടന്ന ഗോവ റീജിയണൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ 1 ഡേ സെമിനാറിൽ നമ്മുടെ 12 അധ്യാപകർ പങ്കെടുത്തു. അന്നേ ദിവസം ഗോവ റീജിയൻ ചെറുഷം മിഷലീഗിന്റെ ഇനാഗുറേഷൻ നടന്നു. ടീച്ചേഴ്സിനുള്ള 2ാമത്തെ 1 ഡേ സെമിനാർ ഒക്ടോബർ 27 നടത്തുകയും നമ്മുടെ എല്ലാ അധ്യാപകരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ജൂൺ 16 ഫാദർ സോജി മുണ്ടുവാലത്തിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന ദീപബലിക്ക് ശേഷം ചെറുഷം മിഷൻ ലീഗിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിച്ചു. ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും മിഷൻ ലീഗ് അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത ബാഡ്ജ് സ്വീകരിച്ചു. അതിനുശേഷം ടീസം ഇൻസ്പെക്ഷൻ നടന്നു. 1 മുതൽ 3 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ബൈബിൾ ആരംഭിച്ചു. അതായത് ക്ലാസ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് മനഃപ്പാഠമാക്കേണ്ട വചനം ഓരോ ഞായറാഴ്ചയും കൊടുത്തയച്ചു. 4 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ബൈബിൾ ഡയറികൾ നൽകുകയും 2 വചനം വീതം ഓരോ ഞായറാഴ്ച എഴുതി മനഃപ്പാഠമാക്കുകയും പിന്നീട് അസംബ്ലി സമയത്ത് മുമ്പിൽ വന്ന് പറയുകയും ചെയ്തിരുന്നു. ജൂലൈ 7-ാം തീയതി CMLന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കുള്ള സെമിനാർ നടത്തി. ബ്രദർ അഗിൻ OP, സിസ്റ്റർ ജിൻസി അബ്രാഹം, മിസസ് ആൻമേരി നോവ, GC ഫുൾ ടൈമർ ഫോർ ഗോവ എന്നിവർ ക്ലാസ് എടുക്കുകയും ചെയ്തു. വിശുദ്ധ അൽഫോൻസയുടെ തിരുനാളായ ജൂലൈ 28 സെന്റ് അൽഫോൻസ ക്യൂസ് നടത്തുകയുണ്ടായി. വിശുദ്ധ ജോൺ വിയാനോയുടെ തിരുനാളോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ജിനോ അച്ഛന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂളിന്റെയും CMLന്റെയും അധ്യാപകരുടെയും പ്രതിനിധികൾ വിൻസെൻഷൻ ഫാദേഴ്സിനെയും CMI ഫാദേഴ്സിനെയും ഡൊമിനിക്കൻ ഫാദേഴ്സിനെയും സന്ദർശിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. സെപ്റ്റംബർ 1, 15, 22 തീയതികളിൽ ലോഗോസ് പ്രാക്ടീസ് ടെസ്റ്റ് നടത്തിയിരുന്നു. സെപ്റ്റംബർ 29 രൂപതാടിസ്ഥാനത്തിൽ നടന്ന ലോഗോസ് ക്യൂസ് കാറ്റഗറി എയിൽ ടാൻസ് ജോർജ് ടോം ഇടവക തലത്തിൽ 2ാം സ്ഥാനം നേടി. ഒക്ടോബർ 27, 28, 29 തീയതികളായി ഡിവൈൻ റിട്രീറ്റ് സെന്റർ ന്യൂവേൽ വെച്ച് കുട്ടികൾക്കുള്ള ക്രിസ്ത്യൻ ധ്യാനം വിഷോ നോവ 2019 നടന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്നും 27 കുട്ടികൾ ധ്യാനത്തിൽ പങ്കെടുത്തു. കപ്പുച്ചൻ ഫാദേഴ്സ് ധ്യാനത്തിന് നേതൃത്വം നൽകി. ബൈബിൾ കലോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 1-ാം തീയതി ഓഫ് സ്റ്റേജ് കോമ്പറ്റീഷൻ നടത്തി. ഡിസംബർ 8-ാം തീയതി ഡിവൈൻ റിട്രീറ്റ് സെന്റർ ന്യൂവേമിൽ വെച്ച് ഓൺ സ്റ്റേജ് കോമ്പറ്റീഷൻ നടന്നു.
സൗത്ത് ഗോവ പാരിഷ് ലെവൽ നടത്തിയ മത്സരത്തിൽ വിവിധ ഇനങ്ങളിലായി നമ്മുടെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. സെന്റ് മേരീസ് സൺഡേ സ്കൂൾ മാർഗാവ് എവറോളിംഗ് ട്രോഫി നേടുകയും ചെയ്തു. ഓർലിമിലുള്ള ജ്ഞാനധാര ഫിലോസഫിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-ന് ഡൊമിനിക്കൻ ബൈബിൾ ക്വിസ് നടന്നു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി ആദരിച്ചു. രൂപതാ തലത്തിലുള്ള സാഹിത്യോത്സവം കോമ്പറ്റീഷൻ നമ്മുടെ സൺഡേ സ്കൂളിൽ ഫെബ്രുവരി 9-ന് നടന്നു. രൂപതാതല മത്സരത്തിൽ 2 രണ്ടാം സ്ഥാനങ്ങളും 1 ഒന്നാം സ്ഥാനവും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ക്രിസ്മസിന് കുട്ടികളെ ആത്മീയമായി ഒരുക്കുന്നതിനായി രൂപതാ തലത്തിൽ തയ്യാറാക്കിയ അഡ്വന്റ് കലണ്ടർ മേക്ക് എ ക്രിപ്പ് ഫോർ ബിഗ് ബേബി ജീസസ് വിതരണം ചെയ്യുകയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് അത് മോണിറ്റർ ചെയ്യുകയും ചെയ്തു. 2019 ഒക്ടോബർ 13-ന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമും 2020 ഫെബ്രുവരി 16-ന് സെക്കൻഡ് സെമസ്റ്റർ എക്സാമും നടത്തി. എല്ലാ മാസത്തിലെയും 2ാം ഞായറാഴ്ച കുട്ടികൾക്കായി ബഹുമാനപ്പെട്ട ജിനോ അച്ഛൻ കുമ്പസാരത്തിന് സൗകര്യം ഒരുക്കിയിരുന്നു. കാറ്റഗിസം അസംബ്ലിയോടെയാണ് എല്ലാ ഞായറാഴ്ചയും മതബോധന ക്ലാസ്സിൽ ആരംഭിച്ചിരുന്നത്. ഫെബ്രുവരി 23-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റഗിസം കുട്ടികൾ സെന്റ് ആന്റോണീസ് ഓഫനേജ് വേർണ സന്ദർശിച്ചു. 11,200 രൂപ ക്യാഷായും കൂടാതെ 5 സമ്പൂർണ്ണ ബൈബിളും കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവർക്കുള്ള ഉച്ചഭക്ഷണവും നൽകിയിരുന്നു. 2020 ജൂലൈ 5, 12 തീയതികളായി നടത്തിയ ഓൺലൈൻ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സൺഡേ സ്കൂളിലെ 14 കുട്ടികൾ പങ്കെടുത്തു. ശംഷാബാദ് രൂപതയുടെ നേതൃത്വം നടത്തിയ ഫോർസ 2020-ൽ നമ്മുടെ കുട്ടികൾ സജീവമായി പങ്കെടുത്തിരുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസുകൾ ഏറ്റവും കാര്യക്ഷമവും ഫലപ്രദമാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട ജിനോ അച്ഛനെയും ഹെഡ്മാസ്റ്റർ സന്തോഷ് സാറിനെയും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന അധ്യാപകരെയും നന്ദിയോടെ സ്മരിക്കുന്നു. മറ്റ് സഹായ സഹകരണം തന്ന PTA മെമ്പേഴ്സിനെയും കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും മാതാപിതാക്കളെയും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട തട്ടിപ്പിതാവിനും മറ്റെല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യദിനത്തിന്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷ സമർപ്പിക്കുന്നു. സന്തോഷം ജോസഫ്, ഹെഡ്മാസ്റ്റർ. റിപ്പോർട്ട് തയ്യാറാക്കിയത് മിസസ് റെജി തോമസ്, കാറ്റഗിസം സെക്രട്ടറി. Thank you, Santosh sir. You and your amazing team of teachers are truly the backbone of our catechism department. Before we move on to the reports, the eagerly awaited moment has arrived. I now invite our chief guest for the evening, Reverend and much loved Bishop of the Eparchy of Shamshabad, Ma Raphael Tattal, to address the gathering. സ്നേഹമുള്ള ജിനോച്ച, സ്നേഹമുള്ള കൈക്കാരന്മാരെ, സ്നേഹമുള്ള മതാധ്യാപകരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, ഇതാണ് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞു മക്കളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് പിതാവ് നിങ്ങളുടെ ഈ പാരിഷ് ഡേ സെലിബ്രേഷനിൽ ഇന്ന് സന്നിഹിതനാകുന്നത്. നിങ്ങൾ എന്നെ ഓർക്കുകയും ഈ പാരിഷ് ഡേ സെലിബ്രേഷനിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് ആനന്ദമുണ്ട്. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. Please accept my heartfelt gratitude for inviting me to be present on this occasion. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ ജിനോ ഇഞ്ചപ്രാഗ്ലച്ചൻ എനിക്ക് തോന്നുന്നു നമ്മുടെ രൂപതയിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു അച്ഛനാണ്. കാരണം നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല ആളുകളുടെ കൂടെ ഒരു ഇടവക വികാരിയായിട്ട് ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ജിനോ അച്ഛൻ. ഗോവക്കാരാണ് എല്ലാ കാര്യത്തിലും മുമ്പില്. ഞാൻ നിങ്ങളെ വെറുതെ പോകച്ച് പറയല്ല. കാറ്റഗിസത്തിന്റെ കാര്യമാണെങ്കിലും, യൂത്തിന്റെ കാര്യമാണെങ്കിലും, മാതൃസംഘമാണെങ്കിലും, പള്ളിയുടെ പെരുന്നാളാണെങ്കിലും, എല്ലാ കാര്യത്തിലും ഗോവയാണ് ഏറ്റവും മുമ്പില്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ യൂത്തിനോട് പലപ്പോഴും നമ്മുടെ അടുത്ത പരിപാടി എവിടെയാ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ അവര് പറഞ്ഞ മറുപടി ഗോവയിൽ വെച്ചാൽ മതി. ഗോവ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അതിന് നാച്ചുറൽ അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങളെ സൽക്കരിക്കാനും ഞങ്ങളോട് സഹകരിക്കാനും ഒക്കെ എപ്പോഴും ഗോവക്കാരെ, പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ സഭയിലെ മക്കള് എന്നും ഇഷ്ടം കാണിച്ചിട്ടുണ്ട്. ജിനോച്ചൻ അതുപോലെ തന്നെയാണ്. ഞാൻ ഈ ജിനോച്ചനെ പ്രത്യേകം ഓർക്കുന്നത്, കാരണം നമ്മുടെ രൂപത്തിൽ എന്ത് പരിപാടിക്ക് സഹായം ചോദിച്ചാല് ഏറ്റവും ആദ്യം സഹായം നൽകുന്നത് ജിനോച്ചനാണ്. ഫോർസ നിങ്ങൾ പങ്കെടുത്തെന്ന് പറഞ്ഞു. ഫോർസയുടെ പിറകിലുള്ള പണിപ്പുരയിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് ഗോവക്കാരാണ്. യൂത്തിന്റെ പരിപാടികള്, എല്ലാ പരിപാടികളിലും നിങ്ങൾ സഹകരിക്കുന്നുണ്ട്.
മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയും ഈ കുടുംബാരൂപിയാണ് ഇടവക ദിനം. നിങ്ങൾ ഒരുപാട് കലാപരിപാടികൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അമ്മമാരുടെ ഡാൻസോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. നമ്മുടെ പാരീഷിന്റെ റിപ്പോർട്ട് ഇവിടെ വെച്ചു, നമ്മുടെ മതബോധനത്തിന്റെ റിപ്പോർട്ട് വെച്ചു, ഇനി മാതൃസംഘം, യുവജന സംഘം ഒക്കെ ഉണ്ട്. എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കള് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിതാവ് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടത്തിലാണ്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിനന്ദനങ്ങൾ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വലിയൊരു അർത്ഥമുണ്ട് മക്കളെ. നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വിളക്ക് കെടാതെ തലമുറകൾക്ക് കൈമാറാൻ നമുക്ക് കഴിയണം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയും മധ്യസ്ഥയുമാണ്. ഇവിടെ സഹകരിച്ച എല്ലാവരോടും എങ്ങനെ നന്ദി പറയേണ്ടത്? ജിനോച്ച് നൽകുന്ന നേതൃത്വം, കൈക്കാരന്മാർ കൊടുക്കുന്ന കൂട്ടുപങ്കാളിത്തം, കാറ്റീസം ഡിപ്പാർട്ട്മെന്റുകാർ നൽകുന്ന വലിയ സജീവ പങ്കാളിത്തം, അതുപോലെ നമ്മുടെ യുവജന സംഘടനകള്, നമ്മുടെ മാതൃവേദി, അതുപോലെ നമ്മളുടെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികള്, എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സമ്മാനാർഹരായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതൊരു വെർച്വൽ മീറ്റിംഗ് ആണ്. പിതാവിന് ഒരുപാട് സമയം നിങ്ങളോട് സംസാരിച്ച് കളയാൻ എനിക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെല്ലാവർക്കും ഹൃദയപൂർവ്വ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടെ, ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടി ഈ പാരീഷിലെ സെലിബ്രേഷൻ ഉദ്ഘാടനമായിട്ട് അറിയിക്കുന്നു. നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. Thank you, Pidave. We are ever grateful for your continued support to enrich us in our spiritual path and guidance in the ways of Jesus. We move on with the report presentation. For presenting the Madhurdeepthi report, I invite Mrs. Christina Jose. Christina Auntie, please unmute your mic. മാതൃദീപ്തി റിപ്പോർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും മനോഹരമായ മാസ്റ്റർ പീസ് അമ്മയുടെ ഹൃദയമാണ്. ബഹുമാനപ്പെട്ട ജിനു അച്ഛ, സ്നേഹമുള്ള ഇടവകങ്ങളെ, സെന്റ് മേരീസ് യൂണിറ്റ് മടുകാവ് മാതൃദീപ്തിയുടെ 2019-20 പ്രവർത്തന റിപ്പോർട്ട്. 2019 ജൂലൈയിൽ ബഹുമാനപ്പെട്ട ജിനു അച്ഛന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് റീന റാഫേൽ, വൈസ് പ്രസിഡന്റ് ലിസി വർഗീസ്, സെക്രട്ടറി ക്രിസ്റ്റീന ജോസ്, ജോയിന്റ് സെക്രട്ടറി ആനിയമ്മ ജോർജ്, ഓർഗനൈസർ ഫിലോമിന തോമസ്, കൗൺസിലേഴ്സ് ആൻ മേരി, വിൻഡ, ജിഷ, ഷാൻസി. തുടർന്ന് ഭാവി പരിപാടികളെ കുറിച്ച് ചർച്ചകൾ നടത്തപ്പെടുകയും എല്ലാ സെക്കൻഡ് സൺഡേ മീറ്റിംഗ് കൂടുവാനും തീരുമാനിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഇടവക ദിനത്തോടും അനുബന്ധിച്ച് മാതൃദീപ്തി അംഗങ്ങൾ പള്ളി ഡെക്കറേഷൻ, വെൽക്കം സോങ്, ഗ്രൂപ്പ് ഡാൻസ്, ഈ പരിപാടികൾ വളരെ മനോഹരമായി ചെയ്തു. അന്നേ ദിവസം എല്ലാ മാതൃദീപ്തി അംഗങ്ങളും യൂണിഫോമിലും ആയിരുന്നു. സെപ്റ്റംബറിൽ 8 ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ഓരോ അമ്മമാരും മുടങ്ങാതെ അഖണ്ഡ ജപമാല ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജപമാല മാസമായ ഒക്ടോബറിൽ കുർബാനയ്ക്ക് ശേഷം എല്ലാ മാതൃദീപ്തി അംഗങ്ങളും ചേർന്ന് ജപമാല ചൊല്ലി മാതാവിന് സമർപ്പിച്ചു. സമാപന ദിവസം എല്ലാവരും പൂക്കൾ മാതാവിന് സമർപ്പിച്ചു. ഒക്ടോബർ 13-ാം തീയതി ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനം മാതൃദിനമായി ആഘോഷിക്കുകയും കുർബാനയ്ക്ക് കൊയർ മാതൃവേദി ലീഡ് ചെയ്യുകയും ചെയ്തു. നവംബറിൽ എല്ലാ അംഗങ്ങളും ചേർന്ന് കരണക്കൊന്ത ചൊല്ലി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഡിസംബറിൽ 25 ദിവസം നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ചവെച്ച് ഉണ്ണീശോയ്ക്ക് പുൽക്കൂടൊരുക്കി പ്രാർത്ഥിച്ചു. വേൾഡ് എയ്ഡ്സ് ദിനത്തിൽ എയ്ഡ്സ് രോഗികളായ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് ഉച്ചഭക്ഷണവും ഗ്രോസറി ഐറ്റംസും കൊടുത്തു. 19-ാം തീയതി ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ വെച്ച് ഒരു ഏകദിന ധ്യാനം ജിനോ അച്ഛനും ഫാദർ ലിയോ വേമ്പിൽ ചേർന്ന് നയിച്ചു. ഈ നിമിഷം ഇവരെ നന്ദിയോടെ ഓർക്കുന്നു. സൗത്ത് ഗോവയിലെ എല്ലാ അമ്മമാരും പങ്കെടുത്തു. ജാനുവരിയിൽ വേറൊരു ഓർഫണേജ് സന്ദർശനവും അവിടെയുള്ള കുട്ടികൾക്ക് ഡാൻസ് ഗെയിം ഓർഗനൈസ് ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഫെബ്രുവരിയിൽ കൊർത്താളിയും പള്ളിയിൽ വെച്ച് നടത്തുന്ന തിരുനാളിൽ വളരെ മനോഹരമായി പള്ളി അലങ്കരിക്കുകയും ചെയ്തു.
മാർച്ചിൽ വലിയ നോയമ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ലോക്ക്ഡൗൺ ആയല്ലോ. 2020 ജൂലൈയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ടീം വെച്ച് ഓൺലൈനിൽ പാട്ടും ഫാൻസി ഡ്രസ്സും നടത്തി. എല്ലാ ഇടവാംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ക്രിസ്റ്റീന ജോസ്. Thank you, Christine Auntie. Now we have Mr. Anthony George, the youth president, presenting the youth report. Good evening, everyone. On behalf of all the members of the Margao Youth, I would like to extend a very warm welcome to His Excellency Mar Raphael Tatil, our beloved priest Father Gino, and all those who have joined this meeting to celebrate our parish day. Every 2 months, on the first Sunday, we held a cake cutting ceremony for all the parishioners whose birthdays belonged to those months. 12 youth from Margao participated in the night vigil organized by SYM South Goa, held on 31st August from 7:30 p.m. to 5:30 a.m. at Divine Retreat Center. On 2nd October 2019, all the South Goa youth had a one-day picnic to Talcona Beach. On 20th October, Margao youth celebrated Youth Day with offertory procession, mass reading, and sweets distribution. On 27th October, the youth held a food distribution drive. Around 25 food packets were distributed to the poor and needy. The Regional Youth Day 2019 was held on 17th October at St. Andrew's Hall, Hospital. Margao youth is responsible for the second Bible reading. I would like to thank all the youth members for their wholehearted cooperation, and also Reverend Father Gino Plackett for his spiritual guidance. Thank you. Thank you. Your advanced and innovative incentives have led the youth to a new era. Every celebration is lacking without cultural events. To satisfy such insufficiencies, we have various programs on our agenda for today. To commence our cultural activities, we have a devotional song by Alan Ajesh, Alan Stanley, and Dia Shiju. ും
Wow, that was a melodious performance indeed. Next up, we have a devotional group dance by Alina Pinto, Anne Mary Joseph, Colette Santosh, Ivana Sebi, and Marsha Reju. I start my day thanking you, Lord, for creating this wonderful world. Every day you bless me, you make me very happy. You are my God from up above, and you came down to show your love. You are my King, my Majesty. Oh Jesus, lead away from me. You teach me how to love and faith. I'll do whatever it takes. You teach me how to share and faith. I'll worship you all day. Hey, everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Let's follow Jesus every day. I start my day thanking you, Lord, for creating this wonderful world. Every day you bless me, you make me very happy. You are my God from up above, and you came down to show your love. You are my King, my Majesty. Oh Jesus, lead away from me. You teach me how to love and faith. I'll do whatever it takes. You teach me how to share and faith. I'll worship you all day. Hey, everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Let's follow Jesus every day. Everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Everybody, I'll follow Jesus every day, like Mama Mary. I hope and pray. Let's follow Jesus every day. 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 The grace and poise displayed by these pretty girls was truly touching. We now have a mono act by Neo Prince. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ജോബിന്റെ കഥയാണ്. എൻ്റെ യഹോവയായ ദൈവമേ, അങ്ങേക്ക് നൽകിയ ദാനങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവൻ ജോബ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസൻ. ഇവനെ ഞാൻ എന്റെ ദാസനാക്കും. ഇവൻ ഇവന്റെ ദൈവത്തെ തള്ളി പറയും. അയ്യോ, എന്റെ ശരീരത്തിന് ഇതെന്ത് പറ്റി? എന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ. വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ യഹോവയായ ദൈവമേ, അങ്ങേ ഇതെല്ലാം കാണുന്നില്ലേ? എന്നെ സുഖപ്പെടുത്തണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്ത് പറ്റി ജോബേ?
നീ ഇപ്പോഴും നിന്റെ ദൈവത്തെ വാഴ്ത്തി പാടുന്നു. നിന്റെ ദൈവം നിന്നെ കൈവിട്ടു. എല്ലാം ഞാൻ നിനക്ക് തരാം. ഇല്ല, ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറയില്ല. ഇതെല്ലാം അവിടുത്തെ ദാനമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാണമില്ല മനുഷ്യ, എനിക്ക് വയ്യ നിങ്ങളെ നോക്കാൻ. ഞാൻ പോവാ. എന്ത് പറ്റി ജോബേ? നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചല്ലേ? നിന്റെ കൂട്ടുകാർ നിന്നെ തള്ളി പറഞ്ഞില്ലേ? എല്ലാം ഞാൻ നിനക്ക് തരാം. എന്നെ ആരാധിക്കൂ. ഇല്ല, ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറയില്ല. ദൂരെ പോ സാത്താനെ, ദൂരെ പോ. യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ദൂരെ പോ സാത്താനെ, ദൂരെ പോ. എന്റെ യഹോവയായ ദൈവമേ, അങ്ങ് ഇതെല്ലാം കാണുന്നില്ലേ? എന്നെ ദൈവം സുഖപ്പെടുത്തണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നു. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ സമ്പത്ത്, എന്റെ കൂട്ടുകാർ എല്ലാം എന്റെ യഹോവയായ ദൈവം എനിക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. An enthralling performance by a talented actor, Neo. To spice things up a tad bit and get us up on our feet, we have a fusion dance by Elizabeth Joseph and Nusmia James, Teresa Rose Santosh, Meera Anthony, Anita Ajesh, and Alfonso Pereira. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. Kudukku puthiya kuppayam uduthu mandana kalatte midukki pinne ennoda nenjin nadukirunnavalane nee, nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കലങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. Vagaga puturka puparika pogila movimena te pakilamo. Kalakata sandana mera vagaga puturka puparika pogila movimena te pakilamo. La la le la le la le la le la le la la le la la le la le la le la le la le la la le. Kalakata sandana mera vagaga puturka puparika pogila movimena te pakilamo. A performance that left us spellbound and wanting for more. Next, we have our youth presenting before us an online meeting. Hello.
എല്ലാവർക്കും സുഖമാണോ? തുടങ്ങി അവളുടെ ഒരു ഷോ ഓഫ് കണ്ടില്ലേ, കുറെ പുട്ടിയും ലിപ്സ്റ്റിക്കിൽ ബാധിച്ച് വന്നേക്കും. ആരാണ് വിചാരം ഐശ്വര്യാന്നാ? കണ്ടാലും മതി. സാറുമാരുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ? പിന്നെന്താ സാറേ, പറഞ്ഞോളൂ. നമുക്ക് എല്ലാം ശരിയാക്കാം. നമ്മുടെ വെള്ളിച്ചേട്ട സീരിയലല്ലേ, അതിലിന്ന് അറിയാൻ പറ്റും റാണി സാവിത്രിനെ കൊല്ലോ ഇല്ലയോന്ന്. സാവിത്രി മരിച്ചാ പിന്നെ സാവിത്രി മകൾ എന്ത് ചെയ്യും? അവൾ അനാഥയായി പോകില്ലേ? അതിന്റെ ഞാൻ എന്തേലും പറഞ്ഞാൽ അത് കൂടിപ്പോകും. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധിക്കും, ഓഫീസ് ടൈമിൽ എല്ലാവരും വർക്ക് ചെയ്യണം, അല്ലാതെ വീട്ടു ജോലി ചെയ്യരുത്. നാളെ ഇല്ലല്ലോ. റോസി ചേച്ചി, ആ മാല നല്ല രസമുണ്ടല്ലോ കാണാൻ. അതെവിടുന്നാ വാങ്ങിച്ചേ? ഓ, അവളൊരു ദുഫായ പോലും. ഇതാ ചോണിച്ചേട്ടനെ കണ്ടെന്ന് വില വിഷു വാങ്ങുന്നത് ഞാൻ കണ്ടതല്ലേ. അവള് ദുഫായ് ദുഫായ്. നാളെ നിനക്ക് പറയാൻ. ചേട്ടൻ്റെ ഒരു കാര്യം, സരളെ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കാണ് കേട്ടോ കേട്. പിന്നെ നാളെ എല്ലാവരും ഫയൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. പ്രസന്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കിളവന്റെ ഒരു കാര്യം വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഓ, ഇതിനെയൊക്കെ കൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ നാളത്തെ പ്രസന്റേഷനിൽ എടുത്തോളാം. പിന്നെ ബോബി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സാറൊന്നും കേട്ടില്ലല്ലോ. ഞാനൊന്നും കേട്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? നമുക്കിപ്പോ എന്തായാലും A hilarious performance by the youth. We certainly enjoyed it. With a message of hope, faith, and aspiration to steer us to the path of optimism, we have a group song by our very own parishioners. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാണ്. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും നടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും
ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ നയിക്കുന്നവൻ. മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരച്ചെന്നരികിൽ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. We trust that a ray of hope against despair is lit in every way so that we may never be in weakness and misery in anticipation of tomorrow. Our final cultural event for the day is the Pitruvedi, with a dance you can't help but enjoy. തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹള അല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള് പോയോ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളുമെന്നീരുന്നു ഞാൻ. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ
ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. അടി തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ശാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ കാശിന്റെ ശാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ശാമം തീർന്നടി തീയമ്മേ. I am speechless and in awe of that outstanding performance by our fathers. Now we have the prize distribution for the catechetical year 2019-20. Semester exam prize winners. First standard, first prize, Tom Kallarikil Thompson. Second prize, Irene Elizabeth Sebi. Second standard, first prize, Nia Maria Renjat. Second prize, Michelle Rose Raju. Third standard, first prize, we have two first prize winners, Elisha Saju and Anne Kallarikil Thompson. Second prize, Alan Ajesh. Fourth standard, first prize, Anne Mary Joseph. Second prize, Elena Pinto. Fifth standard, first prize, Ivana Sebi. Second prize, Tans George Tom. Standard 6, first prize, Marsha Mary Reju. Second prize, Emmanuel Shaji. Standard 7, first prize, Anita Ajesh. Second prize, John George. Standard 8, first prize, Aaron E. Madhu. Second prize, Neoprint. Standard 9, first prize, Meera Anthony. Second prize, Angel Rose. Standard 10, first prize, Elizabeth Joseph. Second prize, Teresa Rose Santosh. Standard 11, first prize, Pretty as Matthew. Second prize, Mia Shaji. Standard 12, first prize, Pio Joseph Santosh. That concludes our prizes for today. I now invite our parish priest to enlighten us with his words and also to declare the much awaited family tableau results. എല്ലാവർക്കും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും അതോടൊപ്പം നമ്മുടെ പാരിഷണത്തിന്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു. ഈ ദിനത്തിന്റെ സന്ദേശം നൽകുന്നതിനായിട്ട് നമ്മുടെ യൂണിറ്റിൽ നടത്തപ്പെട്ട ഫാമിലി കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ജോസഫ് ആൻഡ് ഫാമിലി. പ്രത്യേകം അഭിനന്ദനങ്ങൾ അവർക്ക് നൽകുകയാണ്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ജോർജ് ആൻഡ് ഫാമിലി. അവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. തേർഡ് പ്രൈസ് രണ്ട്
ഫാമിലി ഷെയർ ചെയ്തിരിക്കുകയാണ്. റാഫേൽ ആൻഡ് ഫാമിലി, ടോം സന്തോഷ് ആൻഡ് ഫാമിലി. രണ്ട് ഫാമിലിക്കും ആശംസകൾ അർപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. എല്ലാ വർഷവും പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനനുബന്ധിച്ച് നമ്മൾ നമ്മുടെ യൂണിറ്റിന്റെ ദിനം നമ്മൾ ആഘോഷിക്കാറുള്ളതാണ്. ഈ വർഷം അത് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുകയാണ് നമ്മുടെ 3 യൂണിറ്റിലും വളരെ മനോഹരമായിട്ട് നമ്മുടെ പാരിഷ് ദിനം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഫാമിലികളും ഒരുപോലെ, നമ്മുടെ എല്ലാ വ്യക്തികളും, നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ട്രസ്റ്റിമാര്, യുവജനങ്ങള്, മാതൃവ്യക്തികൾ എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ സിറ്റുവേഷനിലും നമ്മുടെ പാരിഷ് ദിനം ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ കൂട്ടായ്മ നമ്മുടെ പാരിഷിനുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുമയോടെ കൂടുതൽ അനുഗ്രഹത്തോടെ പോകുവാനായിട്ട് സാധിക്കുന്നത്. സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പറയുവാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ കാണുവാനായിട്ട്, അവരുടെ വേദനകൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരുമകൾ, നമ്മൾ പരസ്പരം അറിയുന്നവരും പരസ്പരം മനസ്സിലാക്കുന്നവരും, നമ്മുടെ കുടുംബദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ അറിയുന്നവരാണ്, നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടിയാണ് കുടുംബദിനങ്ങൾ. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ചേർന്ന് എല്ലാവരെയും, പ്രത്യേകിച്ച് മടുകാവിലുള്ള എല്ലാ ഫാമിലിയെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ദിനം വളരെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് ഇതിന്റെ പിറകിൽ യത്നിച്ച ഒത്തിരിയേറെ പേരുണ്ട്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു. ഇവിടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട്, ചിലപ്പോൾ നെറ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാം, മറ്റു പല പ്രതിസന്ധികളുണ്ടെങ്കിലും ക്ഷമയോടെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി, ഈ പ്രോഗ്രാം കാണുവാനായിട്ട്, നമ്മുടെ കുടുംബമായിട്ടിരുന്നതിൽ, നിങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്നാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം ഓരോ മണിക്കൂർ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലി ആയി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, അതോടൊപ്പം തന്നെ പാരിഷ് കൂട്ടായ്മകളെല്ലാം വളരുവാനായിട്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാളിന്റെ മംഗളങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you very much, Dinata. To draw our day to a conclusion, I request Mr. Santini to give a vote of thanks. Sebi uncle, please unmute your mic. രൂപതാധ്യക്ഷൻ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവേ, ഇടവികാരി ജിനോച്ച, പ്രിയപ്പെട്ട ഇടവകങ്ങളെ, ലോകം മുഴുവൻ ഒരു മഹാപകർച്ചവ്യാധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രഘോഷത്തിന്റെയും ഇടവ കൂട്ടായ്മയുടെയും പ്രതീകമായ നമ്മുടെ ഇടവകമസ്തിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഇടവക ദിനവും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലഭ്യമായ സാങ്കേതിക മാർഗം ഉപയോഗിച്ച് വളരെ മനോഹരമായി നടത്തുവാൻ സാധിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശംഷാബാദ് രൂപതയുടെ അജപാലന ദൗത്യം ഏറ്റെടുത്തത് മുതൽ ഇന്ന് വരെ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഇടവകയോടുള്ള സ്നേഹവും കരുതലും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഇടവകയിലേക്ക് അനവധി തവണ കടന്നു വരികയും അനുഗ്രഹ പ്രഭാഷണങ്ങളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഓരോരുത്തരോടും വളരെ ശക്തമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുവാനും പിതാവ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള ഒരു ഇടവക ദിനാഘോഷത്തെക്കുറിച്ച് പിതാവിനോട് സംസാരിക്കുകയും അതിലേക്ക് പിതാവിനെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ വളരെയധികം സന്തോഷത്തോടും കൗതുകത്തോടും കൂടി പിതാവ് ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം ഈ പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച സ്നേഹനിധിയായ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവിന് ഈ ഇടവകയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സാമ്പത്തികമായും തൊഴിൽപരമായും ലോകം മുഴുവൻ ഒരു പകർച്ചവ്യാധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ പരിമിതമായ വിഭവങ്ങളും നൂതന മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നും ഒരു പുതിയ പോസിറ്റീവ് എനർജി നമ്മുടെ ഇടവകാംഗങ്ങൾ പകർന്നു കൊടുക്കുവാനും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ വികാരിയച്ഛന് സാധിച്ചു. തന്റെ ഈ ആശയം ഇടവകയിൽ അവതരിപ്പിച്ച് ഇടവകയിലെ എല്ലാ സംഘടനകളെയും ഒന്നായി ചേർത്ത് ഇതിനെ ഈ രീതിയിൽ ഫലപ്രാപ്തിയിൽ എത്തിച്ചത് നമ്മുടെ ജിനോച്ചനാണ്. നമ്മൾ മുതിർന്നവരുടെ കുഞ്ഞനിയനായും യുവജനങ്ങളുടെ വലിയേട്ടനായും കുട്ടികളുടെ കളിക്കൂട്ടുകാരനായും അഭിവന്ദ്യ പിതാവിന്റെ ദീർഘവീക്ഷണത്തിനും സഭയുടെ പ്രബോധനങ്ങൾക്കും വിധേയനായി ഈ ഇടവകയെ ധീരമായി നയിക്കുന്ന നമ്മുടെ വികാരിയച്ഛൻ പെരിയ ബഹുമാനപ്പെട്ട ജിനോ ഇഞ്ചപ്ലാക്കിലച്ഛനുള്ള ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഈ ഇടവക ദിനം വളരെ ഭംഗിയായി നടത്തുവാൻ പ്രയത്നിച്ച ട്രസ്റ്റി ഷിജു കുര്യനും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം കോർഡിനേറ്ററായ കെ സി ജോസഫ്, ഫാമിലി ടാബ്ലോ കോമ്പറ്റീഷൻ കോർഡിനേറ്റർ ഷെല്ലി ജോസഫ് എന്നിവർക്കും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു.
ഈ ഇടവക ദിനത്തിൽ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിച്ച കാറ്റഗിസം സ്റ്റുഡൻസിനെയും കാറ്റഗിസം പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ മാർഗരറ്റ് മധു, മിനി അജേഷ്, റോസ്ബൻ ജോസ് എന്നിവരെയും എല്ലാ ടീച്ചേഴ്സിനെയും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഈ സായാഹ്നം മനോഹരമാക്കിയ മാതൃദീപ്തി അംഗങ്ങളെയും പിതൃവേദി അംഗങ്ങളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ ഈ പ്രോഗ്രാമിൽ ടെക്നിക്കൽ സപ്പോർട്ട് ടീം അംഗങ്ങളായ യൂത്ത് പ്രസിഡന്റ് ആന്റണി ജോർജ്, കെൽബിൻ റാഫേൽ എന്നിവരെയും മുഴുവൻ യൂത്ത് അംഗങ്ങളെയും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. അവതാരക മികവ് കൊണ്ട് ഈ പരിപാടിയെ ആകർഷകമാക്കിയ മറിയം ജോർജിനും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമാക്കിയ മുഴുവൻ ഇടവകങ്ങളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന് നമ്മെ പ്രോത്സാഹിപ്പിച്ച സെന്റ് തോമസ് യൂണിറ്റ് കോണ്ടയെയും സെന്റ് ജോസഫ് യൂണിറ്റ് വാസ്കോയിലെയും ഭാരവാഹികളെയും യൂണിറ്റ് അംഗങ്ങളെയും ഈ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Sebi uncle. Our festivities for today have come to a resounding end. I hope everyone enjoyed our parish day, even though it was a bit unusual. I would like to take this opportunity to thank everyone involved with the making of this parish day a splendid success. Wishing you all once again a happy feast day, Independence Day and Parish Day. I am Mariam George signing off, and I bid you good night and adieu.